ഗുഡ് മോർണിംഗ്. ഇപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിനകത്ത് ഒരു സ്പിൻ ഓർബിറ്റലിനെ കുറിച്ച് പറഞ്ഞു. ഒരു 1 ഇലക്ട്രോൺ ഹൈഡ്രജൻ ലൈക്ക് ഇലക്ട്രോൺസിൻ്റെ സ്പിൻ ഓർബിറ്റലിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ സ്പിൻ ഓർബിറ്റൽ സൈസ് ഈക്വൽ ടു ദിസ് വൺ എന്നൊക്കെ പറഞ്ഞു. അത് നോർമലൈസ്ഡ് ആണ്, ഓർത്തോണൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഒരു മോർ ദാൻ 1 ഇലക്ട്രോൺ സിസ്റ്റം എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, മോർ ദാൻ ഒരു ഇലക്ട്രോണിൻ്റെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ മോർ ദാൻ 1 ഇലക്ട്രോൺ ആണെങ്കിൽ ദ ഇൻഡിവിജ്വൽ സ്പിൻ സ്റ്റേറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് ദി സ്പിൻ ഫംഗ്ഷൻ. അപ്പോൾ ഇൻഡിവിജ്വൽ സ്പിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ സ്പിൻ ഫങ്ഷൻസ് ആയിരിക്കും. ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. മോർ ദാൻ 1 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ സ്പിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ സ്പിൻ ഫങ്ഷൻസ്. സ്പിൻ ഫങ്ഷൻ നമ്മൾ ആൽഫ ബീറ്റ എന്നൊക്കെ പറഞ്ഞാണ് റെപ്രസെൻറ്റ് ചെയ്തത്. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പറേറ്റർ ഇസഡ് കമ്പോണൻറ്റിലെ ഓപ്പറേറ്റർ എടുക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റർ എടുക്കുമ്പോഴേക്കും ടോട്ടൽ സ്പിൻ ആംഗുലർ മൊമെൻറ്റ് നമ്മൾ സാധാരണ എസ് ഇസഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എസ് ഓഫ് ഫസ്റ്റ് ഇലക്ട്രോൺസിൻ്റെ ഇസഡ് കമ്പോണൻറ്റ് ഉള്ളത്, അതുപോലെ എസ് ഓഫ് സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ അതിൻ്റെ ഇസഡ് കമ്പോണൻറ്റ്. ഇനി 3 ഉണ്ടെങ്കിൽ എസ് ഓഫ് 3 ഇസഡ്, എസ് ഓഫ് 4 ഇസഡ്. അപ്പോൾ ജനറലായിട്ട് എസ് ഐ ഇസഡ് എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഐ എന്ന് പറയുന്നത് ആക്ടിങ് ഓൺ ഇലക്ട്രോണിനാണ്, ഫസ്റ്റ് ഇലക്ട്രോണാണ്. അപ്പോൾ 2 ഇലക്ട്രോൺ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിവിടെ 2 ഇലക്ട്രോൺ സിസ്റ്റം ആണെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ സ്പിൻ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രോൺസിൻ്റെ സ്പിന്ന് ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്. ഈ 2 ഇലക്ട്രോൺസിനും ആൽഫ സ്പിൻ തന്നെ ആകാം. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആൽഫ 1 ഇൻറ്റു ആൽഫ 2. ഇനി 2 ഇലക്ട്രോൺസിനും ബീറ്റ സ്പിൻ തന്നെ ആകാം. അപ്പോൾ എന്താ, ബീറ്റ 1 ഇൻറ്റു ബീറ്റ 2. ഇനി ആദ്യത്തെ ഇലക്ട്രോൺ ആൽഫയും രണ്ടാമത്തെ ബീറ്റയാകാം, അതുപോലെ രണ്ടാമത്തെ ഇലക്ട്രോൺ ആൽഫയും ആദ്യത്തെ ബീറ്റയാകാം. അപ്പോൾ 4 പോസിബിലിറ്റി ഉണ്ട് സ്പിൻ. നമ്മളിവിടെ പറയുന്നുണ്ട് എന്തിട്ടാണ് എന്താ പറയുന്നത്, മോർ ദാൻ 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ സ്പിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഡിവിജ്വൽ സ്പിന്നിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും, പ്രോഡക്റ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ സ്പിൻ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇൻഡിവിജ്വൽ 2 ഇലക്ട്രോൺ ആകുമ്പോൾ 2 ഇലക്ട്രോൺ 1 2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2ൻ്റെയും സ്പിൻ ആൽഫ ആകാം, 2ൻ്റെയും സ്പിൻ ബീറ്റ ആകാം, 2ൻ്റെ ഒന്നിൽ ആൽഫ ബീറ്റ ആകാം. അപ്പോൾ 4 കോമ്പിനേഷനാണ്. 2 ഇലക്ട്രോൺ ആൽഫ സ്പിൻ ആണെങ്കിൽ ആൽഫ 1 ഇൻറ്റു ആൽഫ 2, 2 ബീറ്റ ആണെങ്കിൽ ബീറ്റ 1 ഇൻറ്റു ബീറ്റ 2. ഇനി ഒന്ന് ആൽഫ ഒന്ന് ബീറ്റ ആണെങ്കിൽ ആദ്യത്തെ ഇലക്ട്രോൺ ആൽഫ ആണെങ്കിൽ രണ്ടാമത്തെ ബീറ്റ, അല്ലെങ്കിൽ രണ്ടാമത്തെ ഇലക്ട്രോൺ ആൽഫ ആണെങ്കിൽ ബീറ്റ. അപ്പോൾ 4 പോസിബിൾ കോമ്പിനേഷനുണ്ട്. അതേപോലെ തന്നെ അവരുടെ ടോട്ടൽ ആംഗുലർ സ്പിൻ ആംഗുലർ മൊമെൻറ്റം വെക്ടർ എന്ന് പറയുന്നത് ഓരോ ഇലക്ട്രോൺസിൻ്റെ കമ്പോണൻസ് വെച്ചിട്ട് ആഡ് ചെയ്ത് പോണതാണ്. ഓക്കെ, ദെൻ ഇങ്ങനെയുള്ള സിസ്റ്റത്തിൻ്റെ ഒരു ഐഗൺ വാല്യൂ ഇക്വേഷൻ ഫോർ ആൽഫ 1 ആൽഫ 2ൻ്റെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. ആൽഫ 1 ആൽഫ 2 ഈ ഫസ്റ്റ് കോമ്പിനേഷൻ്റെ എടുക്കണമെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ ഐഗൺ ഇക്വേഷൻ എഴുതുമ്പോഴേക്കും ഓപ്പറേറ്റർ എസ് ഇസഡ് ഓഫ് ആൽഫ 1 ആൻഡ് ആൽഫ 2 ഈസ് ഈക്വൽ ടു എസ് ഇസഡ്. നമ്മൾ എന്താ പറഞ്ഞാൽ, ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഓരോ ഇലക്ട്രോൺസിൻ്റെ വെച്ച് കമ്പോണൻറ്റ് വെച്ചിട്ട് ആ ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് എസ് ഓഫ് 1 ഇലക്ട്രോൺ ഇസഡ് പ്ലസ് എസ് ഓഫ് സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ ഇസഡ് കമ്പോണൻറ്റ് ഇൻറ്റു ദിസ് വൺ. ഇവിടെ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഇലക്ട്രോൺ വെച്ചിട്ട് ഈ രണ്ടെണ്ണത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേപോലെ സെക്കൻഡ് ഇലക്ട്രോൺ വെച്ചിട്ട് രണ്ടാമത്തേനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യ ഇലക്ട്രോൺ വെച്ചിട്ട് നെക്സ്റ്റ് ലൈനിൽ എഴുതുന്നുണ്ട്, വരക്കുമ്പോൾ ശരിയാവുന്നില്ല. അപ്പോൾ എസ് ഇസഡ് വെച്ചിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് S2 വെച്ചിട്ട് അടുത്തതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, സെയിം പാർട്ടിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഫസ്റ്റ് ഇലക്ട്രോൺസിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഇലക്ട്രോൺസിനെ ആണ് നമ്മളതിനെ എടുക്കുന്നത്. ബാക്കി സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ ആൽഫ 2 നമ്മൾ ആദ്യമേ സെക്കൻഡ് ഇലക്ട്രോൺ, അപ്പോൾ അത് ആദ്യമേ വെളിയിലേക്ക് എടുക്കുന്നു. ദെൻ എസ് ഓഫ് 1 ഫസ്റ്റ് ഇലക്ട്രോൺസ് ഇൻറ്റു ആൽഫ 1. ഇത് ഓൾറെഡി നമ്മൾ ആൽഫ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എസിൻ്റെ വാല്യൂ ഹാഫ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടതാണ് നേരത്തെ ക്ലാസ്സിനകത്ത്. അപ്പോൾ ആൽഫ 1 ആണ്. ദെൻ അതേപോലെ ഇവിടെ എടുക്കുമ്പോഴേക്കുന്നത് സെക്കൻഡ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇലക്ട്രോണിൻ്റെ പാർട്ടിനെ വെളിയിലേക്ക് എടുക്കുന്നു. ദെൻ ഈ സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ പാർട്ടിനെ ആൽഫ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. സെക്കൻഡ് ഇലക്ട്രോൺസിൻ്റെ കേസിനകത്ത് S2 എന്ന് പറയുന്നത് നമ്മൾ ഹാഫാണ്. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻസ് MS ഇസ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ ഉണ്ടായില്ല, ആ ഇക്വേഷൻ്റെ വാല്യൂസ് ആണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ദിസ് വൺ MS ഇവിടെ സ്പിൻ കാണുന്നില്ലല്ലോ, നമ്മളൊരു ഇക്വേഷൻ എഴുതിയായിരുന്നല്ലോ, ആ ഇക്വേഷൻ കാണുന്നില്ല. ഇതേപോലെ തന്നെ എസ് ഓഫ് ആൽഫ ഈക്വൽ ടു ഹാഫിൻ്റെ H ക്രോസ്, അതുപോലെ മൈനസ് ഹാഫ് ഇൻറ്റു. ഇപ്പോൾ ബീറ്റ സ്പിൻ ആകുമ്പോഴാണ് മൈനസ് ഹാഫ് വരുന്നത്. ഇവിടെ നമ്മൾ രണ്ടിടത്തും ആൽഫ സ്പിൻ തന്നെയാണ് നമുക്ക് എടുത്തേക്കണം, അതുകൊണ്ടാണ് രണ്ടിടത്തും ഹാഫ് എന്നുള്ള രീതിയിൽ വന്നത്. ഇനി
ഇവിടെ ആൽഫ 1 ആൽഫ 2 രണ്ടിടത്തും കോമൺ ഉണ്ട്. അപ്പോൾ ഈ ആൽഫ 1 ആൽഫ 2 ഇക്വേഷനിൽ നമ്മൾ കോമൺ ആയിട്ട് വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്, ഹാഫ്, ഇവിടെ ഒരു ഹാഫ് ഉണ്ട്. ഹാഫ് പ്ലസ് ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ, 1 ആണ്. ദെൻ ഇവിടെ h/2π കൂടി ഉണ്ട്. നമ്മൾ ആറ്റോമിക് യൂണിറ്റിനകത്ത് എടുക്കുമ്പോൾ h/2π എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ h/2π ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് അവോയ്ഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ആറ്റോമിക് യൂണിറ്റിൽ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ ഈ ഇക്വേഷനകത്ത് ദിസ് പാർട്ട് എന്ന് പറയുന്നത് നമ്മളിത് ചെയ്തപ്പോഴേക്ക് നമുക്ക് ഫൈനൽ കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ദിസ് 1 ആണ്. അപ്പോൾ സെയിം ഫംഗ്ഷൻ തന്നെ ഒരു ഓപ്പറേറ്റർ വെച്ച് ഒരു ഫംഗ്ഷനെ ചെയ്തപ്പോഴേക്ക് സെയിം ഫംഗ്ഷൻ തന്നെ കിട്ടി. then എന്തുണ്ട്, ഒരു വാല്യൂ ആണ്. ഇവിടെ വാല്യൂ എന്താ, ഈ സെയിം ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ S1Z പ്ലസ് S(2Z) ഓപ്പറേറ്ററിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതാണ് പറയുന്നത് ദ ഐഗൻ വാല്യൂ ഇസ് 1 എന്ന് പറയുന്നത്. അത് Z കമ്പോണൻറ്റ് ഓഫ് ദി ടോട്ടൽ സ്പിൻ ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ ഈ ടോട്ടൽ സ്പിൻ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ Z കമ്പോണൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ MS ഇസ് ഈക്വൽ ടു സം ഓഫ് S1. MS എന്ന് പറഞ്ഞാൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഓരോ കമ്പോണൻസ് ആണ്. അപ്പോൾ എത്രണ്ണം ഉണ്ട് അതിൻ്റെ ടോട്ടൽ കമ്പോണൻറ്റ്. അതുപോലെ തന്നെ അതിൻ്റെ സ്പിൻ കോണ്ടന്റ് നമ്പർ ആണ്. ദെൻ അതേപോലെ അതിൻ്റെ സ്പിൻ മൊമെൻറ്റം കൺസിഡർ ചെയ്യുമ്പോഴേക്ക് ആംഗുലർ മൊമെൻറ്റം SZ വാല്യൂ എടുക്കുമ്പോഴേക്കും MS ഇൻറ്റു h/2π. അപ്പോൾ MS-ൻ്റെ വാല്യൂ നമ്മൾ എടുക്കണമെങ്കിൽ സം ഓഫ് MSI എടുക്കണം, സ്പിൻ കോണ്ടന്റ് നമ്പറിൻ്റെ വാല്യൂസ് എടുക്കണം. അപ്പോൾ നമുക്ക് 4 പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ സിസ്റ്റത്തിൻ്റെ 4 പോസിബിലിറ്റി ഉണ്ടെന്ന്. ഒരു പോസിബിലിറ്റിയാണ് ആൽഫ 1 ആൽഫ 2. നമ്മളത് കണ്ടു ഓൾറെഡി. MS വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. MS വാല്യൂ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത്. അപ്പോൾ പ്ലസ് ഹാഫ് ഇൻറ്റു പ്ലസ് ഹാഫ്, 2 ആൽഫ സ്പിന്നാണ്. പ്ലസ് ഹാഫ് ഇൻറ്റു പ്ലസ് ഹാഫ് ഇസ് ഈക്വൽ ടു 1. ദെൻ അതിനാണ് നമ്മൾ സ്പിൻ കോണ്ടന്റ് ടോട്ടൽ സ്പിൻ കോണ്ടന്റ് നമ്പർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ MS വെച്ചിരുന്നു. then അതിൻ്റെ ടോട്ടൽ സ്പിൻ ആംഗുലർ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ MS-ൻ്റെ h/2π വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്ക് നമുക്ക് h/2π തന്നെ കിട്ടും. ഇനി സ്പിൻ അതിൻ്റെ ബീറ്റയാണ്. 2 കോമ്പിനേഷൻ ബീറ്റ സ്പിൻ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, -1/2 വരും. ആഡ് ചെയ്യുമ്പോഴേക്കും -1 വരുന്നു. അതിൻ്റെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് h/2π ഇൻറ്റു -1 പറയുന്നു. ഇനി അടുത്തൊരു പോസിബിലിറ്റി എന്താ, ഫസ്റ്റ് ഇലക്ട്രോൺ ആൽഫയും സെക്കൻഡ് ഇലക്ട്രോൺ ബീറ്റയാണ്. അപ്പോൾ അതിൻ്റെ സ്പിൻ വാല്യൂ +12 + -12 അപ്പോൾ 0 ആയിട്ട് മാറും. അപ്പോൾ ഈ വാല്യൂ 0 ആയി കഴിയുമ്പോഴേക്ക് എന്തായിരിക്കും, നമ്മൾ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം കാണുമ്പോഴേക്ക് MS വാല്യൂ നമുക്കിവിടെ 0 കിട്ടി. അപ്പോൾ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം 0 തന്നെയായിരിക്കും. സിമിലർലി സെക്കൻഡ് ഇലക്ട്രോൺ ആൽഫ സ്പിന്നും ഫസ്റ്റ് ഇലക്ട്രോൺ ബീറ്റ സ്പിന്നും എടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വാല്യൂസ് ഒക്കെ 0 ആയിട്ട് നിന്ന് കിട്ടുന്നു. അപ്പോൾ സ്പിൻ പ്രോഡക്റ്റ് നമുക്ക് 4 കിട്ടി. സ്പിൻ പ്രോഡക്റ്റ് എന്തായിരിക്കണം, നിങ്ങൾ 5th യൂണിറ്റിനകത്ത് പഠിക്കുന്നുണ്ടാകും. ഐദർ സിമെട്രിക് ഓർ അല്ലെങ്കിൽ ആൻറ്റി സിമെട്രിക്. വേവ് ഫംഗ്ഷൻ ഐദർ സിമെട്രിക് ഓർ ആൻറ്റി സിമെട്രിക് ആയിരിക്കണം. ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ സിമെട്രിക് അല്ലെങ്കിൽ ആൻറ്റി സിമെട്രിക്. അതുപോലെ സ്പിന്നിൻ്റെ പ്രോഡക്റ്റും സിമെട്രിക് ഓർ ആൻറ്റി സിമെട്രിക് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ 4 ഇക്വേഷൻസ് നോക്കുകയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1, 2, 3, 4 ഇത് 3, 4 നടക്കുകയാണെങ്കിൽ ഈ 1 ഉം 2 എന്താണ്, കോമ്പിനേഷൻ 1 and 2 ആർ സിമെട്രിക് ആണ്. സിമെട്രിക് എന്ന് പറയുമ്പോൾ എന്താ, സിമെട്രിക് നമ്മൾ വേവ് ഫംഗ്ഷൻ്റെ കേസിനകത്ത് സിമെട്രിക് എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ വാല്യൂസ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ സെയിം തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സിമെട്രിക് എന്ന് പറയുന്നു. ഇനി ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴേക്കും ഇൻ്റർചേഞ്ച് ചെയ്യുന്ന വാല്യൂ ആണെങ്കിൽ മൈനസ്. അപ്പോൾ 1 = 1 കിട്ടണമെങ്കിൽ സിമെട്രിക്, 1 = ഇതിൻ്റെ ഇൻ്റർചേഞ്ച് കിട്ടുന്ന വാല്യൂ ആണെങ്കിൽ നമ്മൾ ആൻറ്റി സിമെട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ 4 ഇക്വേഷൻസ് ചെയ്യുമ്പോഴേക്ക് ആദ്യത്തെ 2 വാല്യൂ സെയിം ആണ് നമുക്ക് കിട്ടുന്നത്. സോ അത് രണ്ടും എന്തായിരിക്കും, സിമെട്രിക് ആയിരിക്കും. ഇനി ബാക്കി 2 വാല്യൂസാ, ഇത് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴേക്കും ഇവിടെ ആൽഫ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴേക്ക് ബീറ്റ ആയിട്ട് മാറും. അപ്പോൾ വേവ് ഫംഗ്ഷൻ തന്നെ മാറി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആൽഫ 1 ആൽഫ 2 ചേഞ്ച് ചെയ്യുമ്പോഴേക്കും ഫസ്റ്റ് ഇലക്ട്രോൺ ആൽഫയാണ്, സെക്കൻഡ് ഇലക്ട്രോണും ആൽഫയാണ്. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്താൽ ഫംഗ്ഷന് ചേഞ്ച് ചെയ്യുന്നില്ല. ഇവിടെയാണെങ്കിൽ ആ ഫസ്റ്റ് ഇലക്ട്രോൺ ബീറ്റയും സെക്കൻഡ് ഇലക്ട്രോണും ബീറ്റയാണ്. അപ്പോൾ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താൽ അതിൻ്റെ വേവ് ഫംഗ്ഷൻ അല്ല അതിൻ്റെ സ്പിൻ ഫംഗ്ഷൻ ബീറ്റ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഈ കേസിനകത്തൊക്കെ മൂന്നാമത്തെ കേസിനകത്ത് എന്താ, ഫസ്റ്റ് ഇലക്ട്രോൺ ആൽഫ സെക്കൻഡ് ഇലക്ട്രോൺ ബീറ്റ. നമ്മളതിൻ്റെ ഇലക്ട്രോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യുന്ന, സെക്കൻഡ് ഇലക്ട്രോണ് ഇവിടെ ആൽഫക്ക് എന്താ, സെക്കൻഡ് ഇലക്ട്രോൺ എന്ത് സംഭവിക്കും, ബീറ്റ സ്പിന്നായിട്ട് മാറും. ഇത് ഇലക്ട്രോണിനെ ചേഞ്ച് ചെയ്യുമ്പോഴേക്കും ആൽഫ 1ൻ്റെ സ്ഥലത്ത് എന്തായിട്ട് മാറും, ആൽഫ 2 ആയിട്ട് മാറും. അപ്പോൾ സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ സ്പിൻ മാറി. ശരിക്കും ആക്ച്വലി എന്തായിരുന്നു, സെക്കൻഡ് ഇലക്ട്രോൺ ബീറ്റ സ്പിന്നായിരുന്നു, നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തപ്പോൾ ആൽഫയെ. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോഴേക്കും എന്തായിരുന്നു, ഈ ഇക്വേഷൻ നമ്പർ 3 ഉം 4 ഉം നൈദർ സിമെട്രിക് നോർ ആൻറ്റി സിമെട്രിക്.
കാരണം അതിൻ്റെ പ്രോഡക്ട്സ് ചെയ്യുമ്പോഴേക്കും 1 = 1 അല്ലെങ്കിൽ 1 = -1 എന്നുള്ള അല്ലെങ്കിൽ -of ഇത് ഇൻ്റർചേഞ്ച് എന്നുള്ള വാല്യൂ കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഐദർ ഇത് സിമെട്രിക് ഓർ ആൻറ്റി സിമെട്രിക് ആയിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോഡക്റ്റ് കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ലീനിയർ കോമ്പിനേഷൻ ഓഫ് സ്പിൻസ് എടുക്കുന്നു. നമ്മുടെ ഓർബിറ്റൽ ഫംഗ്ഷൻ എടുത്ത പോലെ തന്നെ ലീനിയർ കോമ്പിനേഷൻ നമ്മളവിടെ എടുക്കുന്നു. ആ ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ ആദ്യത്തേനും വലിയ ചേഞ്ചില്ല, രണ്ടാമത്തേനും ചേഞ്ചില്ല, മൂന്നാമത്തെ എന്ത് ചെയ്യുന്നു, ഈ 2 ഇലക്ട്രോണുകൾ 1ഉം 2ഉം തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ ഒരു അഡീഷനും രണ്ടാമത്തെ ഒരു സബ്സ്ട്രാക്ഷനായിട്ട് വരുന്നു LCM മെത്തേഡ് പ്രകാരം. ദെൻ ഇതിൻ്റെ വാല്യൂസ് നമ്മൾ ഇതേപോലെ ഇട്ട് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് വാല്യൂസ് 0 കിട്ടും. MS വാല്യൂ 0 കിട്ടും. ഇവിടെ അതിൻ്റെ കാൽക്കുലേഷൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണം ചെയ്ത് നോക്കാം. SZ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ S+1/2 വാല്യൂസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഓരോത്തിനും സെപ്പറേറ്റ് SZൻ്റെ വാല്യൂ ആദ്യത്തേന് ഹാഫ് കിട്ടും, പിന്നെ ബീറ്റ സ്പിൻ ആകുമ്പോഴേക്കും മൈനസ് കിട്ടും, എഗെയിൻ ബീറ്റ സ്പിൻ വരുന്ന മൈനസ് ആവും, പിന്നെ ആൽഫ സ്പിൻ വരുന്ന +1/2 ആവും. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂസ് 0 ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ MS വാല്യൂ, MS എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ടോട്ടൽ റിസൾട്ടിൻ്റെ സ്പിൻ കോണ്ടന്റ് നമ്പർ, ടോട്ടൽ സ്പിൻ കോണ്ടന്റ് നമ്പർ വാല്യൂ 0 ആയിരിക്കും. ആ ടോട്ടൽ സ്പിൻ കോണ്ടന്റ് നമ്പർ 0 ആകുമ്പോൾ എന്ത്, അതിൻ്റെ ആംഗുലർ മൊമെൻറ്റ് 0 ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ഈ വാല്യൂസും 0 ആയിട്ട് മാറും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് 4 ഡിഫറെൻറ്റ് വീണ്ടും 4 ഫംഗ്ഷൻസ് കിട്ടി. അതിൻ്റെ കോമ്പിനേഷൻസ് എടുക്കും, ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് സിമെട്രിക് ആണോ ആൻറ്റി സിമെട്രിക് ആണോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ സിംപ്ലി മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഇത് 1ഉം ഇത് 2 എടുക്കാം. അപ്പോൾ 1 × 2 എന്ന് പറയുന്നത് എന്താ, 2 ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 2 × 1. അപ്പോൾ 1 × 2 = 2, 2 × 1 = 2. സിമിലർലി ഇതെന്താ, രണ്ടും ബീറ്റ സ്പിൻ. അപ്പോൾ 1 × 2 = 2, 2 × 1 = 2. അപ്പോൾ ഇത് രണ്ട് സെയിമാണ്. അപ്പോൾ ഇത് രണ്ട് സിമെട്രിക് ആണ്. ഇനി ഇത് നോക്കിയേ, ഇത് 1/2 കോമൺ ആണ്. ഇതെന്താ ചെയ്യുന്നത്, ഇതിനെ നമ്മൾ വെറുതെ 1 ആയിട്ട് എടുക്കുക, ഈ ഒരു പാർട്ട് മൊത്തത്തിൽ 1 ആയിട്ട് എടുക്കുക. അപ്പോൾ 1 + 2 = 3. ഇതിപ്പോൾ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴേക്കാ 2 + 1 = 3. അപ്പോൾ ഇതും സെയിം തന്നെയാണ്. ഇനി ഇതാണെങ്കിൽ ഇത് 1 - 2, 1 - 2 എന്ന് പറയുമ്പോൾ എത്ര, -1 ആണ്. ഇത് നമ്മൾ 2 - 1, 2 - 1 എന്ന് പറയുമ്പോൾ എത്രയാ, 1. അപ്പോൾ ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യുന്ന മൈനസ് ഓഫ്, നിങ്ങളൊന്നും കൂടി നോക്കാം, ഇവിടെ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 1 × 2 അല്ലെങ്കിൽ 2 × 1 എന്ന് പറയുന്നത് സെയിം ആണ്. ഇവിടെ 1 × 2, 2 × 1 എന്ന് പറയുന്നത് സെയിം ആണ്. ഇവിടെ 1 + 2 എന്നുള്ളൊരു ഓഫറിലാണ് കിടക്കുന്നത്. ഇതിനെ മൊത്തത്തിൽ നിങ്ങൾ 1 ആയിട്ട് എടുക്കുക, ഇത് മൊത്തത്തിൽ 2 ആയിട്ട് എടുക്കുക. അപ്പോൾ 1 + 2 = 2 + 1, 3 ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻ പ്ലസിൻ്റെ ഇപ്പുറത്തുള്ള ഫംഗ്ഷൻസ്, ഈ മൊത്തം ഫംഗ്ഷന് നമ്മൾ എന്ന് ഈ ഫംഗ്ഷനെ ബിന്ന് എടുക്കുക. A മനസ്സിലാക്കാൻ വേണ്ടി ഇത് മൊത്തത്തിൽ എന്ന് എടുക്കുക, ഇത് മൊത്തത്തിൽ ബിന്ന് എടുക്കുക. അപ്പോൾ A = 1, B = 2. അപ്പോൾ 1 + 2 = 3. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ഈ പാർട്ട് B ആയിട്ട് മാറും, ഈ പാർട്ട് A ആയിട്ട് മാറും. അപ്പോൾ 2 + 1 = 3. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ മൈനസ്. അപ്പോൾ A = 2ഉം B = നമ്മൾ 1 എടുക്കണമെങ്കിൽ 2 - 1. തിരിച്ചു വരുമ്പോഴേക്കും 1 - 2 = -1 എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യുന്നു, ആൻറ്റി സിമെട്രിക് ആയിട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ 3 വേവ് ഫംഗ്ഷൻസിൻ്റെ കോമ്പിനേഷനിലത്തെ ആദ്യത്തെ 3 സിമെട്രിക് ആയിട്ട് മാറും, 4ാമത്തെ ആൻറ്റി സിമെട്രിക് ആയിട്ട് മാറും. അതാണ് ഇവിടെ പറയുന്നത്. ഫംഗ്ഷൻ 5, 6 ആർ സിമെട്രിക് ആൻഡ് 8 ഈസ് ആൻറ്റി സിമെട്രിക്. ഇത് ഓർത്തിരുന്നാൽ ഇത് പ്രോഡക്റ്റ് ആകുമ്പോഴേക്കും 1 × 1 1, അല്ലെങ്കിൽ 1 × 2 2, 2 × 1 1, 2. ഇതിനെ നമ്മൾ 1 ആയിട്ട് എടുക്കുന്നു, ഇതിനെ 2 ആയിട്ട് എടുക്കുന്നു. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്ക് നമുക്ക് 3 കിട്ടുന്നു. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്ക് നമുക്ക് 3 കിട്ടുന്നു. 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടുന്നു. ഇത് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്താൽ 2 × 1. സിമിലർലി ഇതേപോലെ തന്നെ. പക്ഷേ ഇവിടെ ആണെങ്കിൽ 1 + 2 = 2 + 1. ഇവിടെ ആണെങ്കിൽ 1 - 2 = -2 - 1 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആൻറ്റി സിമെട്രിക് എന്ന് പറയുന്നത്. ഇതിന് അതിൻ്റെ M വാല്യൂ കാണാനായിട്ടാണ് അത് ചെയ്ത് നോക്കി. Z വാല്യൂ കിട്ടുന്നതാണ് 0 ആയിട്ട് എന്നുള്ളത് ഇത് പറയുന്നത്. സോ ഇൻ ലീനിയർ കോമ്പിനേഷൻ ഫംഗ്ഷൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ കോണ്ടന്റ് നമ്പർ ഈസ് ലോസ്റ്റ് ആൻഡ് വൺ cannot say which electron which content number. അപ്പോൾ ഈ ലീനിയർ കോമ്പിനേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഇലക്ട്രോണ് ആൽഫ സ്പിന്നും സെക്കൻഡ് ഇലക്ട്രോണ് ബീറ്റ സ്പിന്നും, അല്ലെങ്കിൽ ആൽഫ സ്പിൻ തന്നെ ആകാം, ഫസ്റ്റ് ഇലക്ട്രോൺ ബീറ്റ സ്പിന്നും സെക്കൻഡ് ഇലക്ട്രോൺ ബീറ്റ സ്പിന്നും എന്നാണ്. ലീനിയർ കോമ്പിനേഷൻ നടക്കുമ്പോൾ എന്താ, ആൽഫ സ്പിന്നും ഉണ്ട് ബീറ്റ സ്പിന്നും ഉണ്ട്. അപ്പോൾ ഏത് ഇലക്ട്രോണിനാണ് ആൽഫ സ്പിൻ, ഏത് ഇലക്ട്രോൺ ഫസ്റ്റ് ഇലക്ട്രോണിനാണ് ആൽഫ സ്പിൻ ബീറ്റാണ്, അത് നമുക്ക് പറയാൻ പറ്റൂല. അതാണ് ഈ പറയുന്നത്. ദ ലീനിയർ കോമ്പിനേഷൻ ഫംഗ്ഷൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ കോണ്ടന്റ് നമ്പേഴ്സ് ഈസ് ലോസ്റ്റ്. ഇൻഡിവിജ്വൽ കോണ്ടന്റ് നമ്പേഴ്സ് MS1 എന്നുള്ളതിൻ്റെ കോണ്ടന്റ് നമ്പർ നഷ്ടപ്പെടുന്നു, കാരണം ഇത് കോമ്പിനേഷൻ ആയിട്ട് മാറി.
സോ നോ വൺ ക്യാൻ ആസ് വൺ കനോട്ട് സേ വിച്ച് ഇലക്ട്രോൺ ഹാസ് വിച്ച് കോണ്ടന്റ് നമ്പർ. ഫസ്റ്റ് ഇലക്ട്രോണിൻ്റെ കോണ്ടന്റ് നമ്പർ ഹാഫ് ആണ്, പ്ലസ് ഹാഫ് ആണ്, മൈനസ് ഹാഫ് ആണ്, ഒന്നും പറയാൻ പറ്റില്ല. സോ എ പ്രോഡക്റ്റ് ഓഫ് ടു ഫങ്ഷൻസ്, രണ്ട് ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റ്, ബോത്ത് ഓഫ് വിച്ച് ആർ സിമെട്രിക് ഓർ ആൻറ്റിസിമെട്രിക്. ബോത്ത് ഓഫ് വിച്ച് സിമെട്രിക് ആകാം, ആൻറ്റിസിമെട്രിക്. അപ്പോൾ രണ്ട് ഫങ്ഷൻസ്, അപ്പോൾ ഞാൻ രണ്ട് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എയും അതേപോലെ തന്നെ ബിയും എടുത്ത്, രണ്ട് ഫങ്ഷൻസ് എയും എടുത്ത് അതേപോലെ തന്നെ ബിയും എടുത്ത്, രണ്ടാമത്തെ ഫംഗ്ഷൻ ബിയും എടുത്ത്, എയും ബിയും. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ടു ഫങ്ഷൻസ് ബോത്ത് ഓഫ് വിച്ച് ആർ സിമെട്രിക്, ദാറ്റ് ഈസ് എയും സിമെട്രിക് ആണ് ബിയും സിമെട്രിക് ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓൾസോ സിമെട്രിക് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ എ ആൻറ്റിസിമെട്രിക് ആണ് ബിയും ആൻറ്റിസിമെട്രിക് ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സിമെട്രിക് ആയിരിക്കും. ഇനി ഇഫ് വൺ സിമെട്രിക് ആൻഡ് അതർ ആൻറ്റിസിമെട്രിക്, എ സിമെട്രിക്കും ബി ആൻറ്റിസിമെട്രിക് ആണ് അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആൻറ്റിസിമെട്രിക് ആയിരിക്കും. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ രണ്ട് ഫങ്ഷൻസ് എടുത്തു, ഒന്ന് ഓർബിറ്റൽ ഫംഗ്ഷനും ഒന്ന് സ്പിൻ ഫംഗ്ഷനുമാണ്. ഓർബിറ്റൽ ഫംഗ്ഷൻ സിമെട്രിക് ആണ്, സ്പിൻ ഫംഗ്ഷൻ ആൻറ്റിസിമെട്രിക് ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്ന സ്പിൻ ഓർബിറ്റൽസ് നൽകുക, അതെന്തായിരിക്കും? ആൻറ്റിസിമെട്രിക് ആയിരിക്കും. സിമിലർലി ഓർബിറ്റൽ ഫംഗ്ഷൻ ആൻറ്റിസിമെട്രിക്കും സ്പിൻ ഫംഗ്ഷൻ സിമെട്രിക് ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള സ്പിൻ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ആൻറ്റിസിമെട്രിക് ആയിരിക്കും. അടുത്തൊരു കോമ്പിനേഷൻ എന്താ? രണ്ടിൻ്റെയും ഓർബിറ്റലിൻ്റെ സ്പിന്നിൻ്റെയും വേവ് ഫംഗ്ഷൻ സിമെട്രിക് ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് സിമെട്രിക് ആയിരിക്കും. അല്ലെങ്കിൽ രണ്ടിൻ്റെയും ആൻറ്റിസിമെട്രിക് ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് സിമെട്രിക് ആയിരിക്കും. അപ്പോൾ പ്രോഡക്റ്റ് സിമെട്രിക് ആണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കലി ദാറ്റ് നോട്ട് അലൗഡ് ആണ്. അതേസമയം പ്രോഡക്റ്റ് ആൻറ്റിസിമെട്രിക് ആണെങ്കിൽ അത് അലൗഡ് ആയിരിക്കും. ഇതാണ് നമ്മുടെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിനെ സാധൂകരിക്കുന്നത്. നമ്മൾ പറയുന്നില്ലേ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പ്രകാരം നോ ടു ഇലക്ട്രോൺ ഇൻ എ സിസ്റ്റം ഹാസ് സെയിം നമ്പർ ഓഫ് കോണ്ടന്റ് നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നില്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. അതിനകത്ത് നമ്മൾ രണ്ട് വേവ് ഫങ്ഷൻസ്, രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട്, അപ്പോൾ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് അലൗഡ് ആണെങ്കിൽ അതെന്തായിരിക്കണം? ഷുഡ് ബി ആൻറ്റിസിമെട്രിക് ആയിരിക്കണം, എങ്കിൽ മാത്രമേ അത് അലൗഡ് ആയിരിക്കുള്ളൂ. ഷുഡ് ബി ആൻറ്റിസിമെട്രിക് ആയിരിക്കണം. അതിവിടെ എഴുതിയിരുന്നില്ല. ഷുഡ് ബി ആൻറ്റിസിമെട്രിക് ആയിരിക്കുമെങ്കിൽ മാത്രമേ അലൗഡ് ആയിരിക്കുള്ളൂ. അതാണ് നമ്മുടെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും പറയുന്നത്.